ദിവസം കൊണ്ട് അവിടെ നിൽക്കാമായിരുന്നു. ഈ അച്ഛൻ കാണിക്കുന്നല്ലോ വേലകള്. അപ്പൂപ്പന് പ്രശ്നമൊന്നുമില്ലടാ, പക്ഷെ അമ്മുമ്മ ഇനിയിപ്പോ അവിടെ നിന്നാലേ അച്ഛനെ ഓരോന്ന് കുത്തി കുത്തി പറയാൻ തുടങ്ങും. എന്തായാലും അച്ഛൻ കാണിച്ച വളരെ മോശമായി പോയി. ആ ദേ വരണം ഉരുണ്ട് രാവിലെ ജംഗ്ഷനിലേക്ക് മുങ്ങിയതാണ്. ഞാൻ കണ്ടില്ല. കിടന്നുറങ്ങിയിരിക്കും. നീ എന്താണ് ഇവിടെ കയറിയിരിക്കണേ? അടുക്കള അമ്മയെ സഹായിക്കോ? അടുക്കളയ്ക്കായിട്ട് എന്ത് സഹായിക്കാൻ? അമ്മ എണീറ്റാലല്ലേ സഹായിക്കാൻ പറ്റൂ. അമ്മ കയറി കിടക്ക, നീ ഒന്നും ഉണ്ടാക്കാനുള്ള പറയണേ. ഓ ഇനിയിപ്പോ എന്റെ പേരും പറഞ്ഞ് 2 ദിവസം ഇവിടെ ഷോ കാണിക്കാനാണ്. എന്റെ അച്ഛ എങ്ങനെ ഷോ കാണിക്കാതിരിക്കും? അമ്മാതിരി പ്രവൃത്തികളായിരുന്നില്ല അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്. എമ്മാതിരി പ്രവൃത്തി. ഓക്കെ ഒരുമാതിരി താഴ്ന്നു തരുമ്പോ തലേ കയറി ചവിട്ടല്ലേട്ടാ. പറയാ ഞാൻ പോവല്ലെങ്കിലും. അയ്യേ ഞാനും പോണോ? നീ ഇവിടെ ഇരി. എന്താടേ നിനക്ക് അച്ഛൻ്റെ പിണക്കോ? പിണക്കോടെ? ഡേയ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നറിയാമോ? ഈ അച്ഛൻ കൂടുതലൊന്നും പറയണ്ട. അവിടെ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ നിന്നപ്പോ അച്ഛനെ വിളിച്ചില്ല. ഓട്ടന്നെ ആ പാവ അപ്പൂപ്പനെ കൂട്ടിക്കൊണ്ട് ഏതോ മലയിൽ കള്ളു കുടിക്കാൻ പോയിരിക്കുന്നത്. അതുപോലെ വിഷമതി ആയിരുന്നെങ്കിലോ? മീതെ ആൽക്കഹോൾ കണ്ടന്റ് എല്ലാം കൂടിയായിരുന്നെങ്കില് അച്ഛാ ആളെപ്പ തട്ടിപ്പോയും ചോദിച്ചാൽ മതി. നീ അച്ഛനെ ഒരുമാതിരി വലിയ മുഴുക്കുടിമാരെ ലിസ്റ്റ് പെടുത്തല്ലേ കേട്ടാ. ഞാൻ അച്ഛനെ മുഴിക്കുടിയന്മാരുടെ ലിസ്റ്റ് ഒന്നും പെടുത്തിയിട്ടില്ല. അച്ഛൻ വർഷത്തിൽ ഒരു ദിവസമേ കുടിക്കൂ. പക്ഷേ ആ കുടിക്കുന്ന ദിവസം ആ വർഷം കുടിക്കുന്നതിന്റെ ഫുൾ കുറവങ്ങ് നികത്തും. ഡേയ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ കുടിക്കാൻ വേണ്ടി അതുവഴി പോയതല്ല. ഞാൻ പോണു. ഡേയ് ഇതില്ലടേ ആളെ വിട്ടേക്കേ. എന്തായാലും പേര് കേട്ടോ 2 ദിവസം കൂടെ കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. ആ പാട്ട കളവൻ കാണിച്ച വേരത്തരം നിന്റെ പേരും പറഞ്ഞു. നീലുവേ നീലു നീലു മണി എത്ര ആയത്? അയ്യേ ഭയങ്കര ഉറക്കം. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിച്ചടക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല എന്നറിയില്ലേ? ഓഹോ അപ്പൊ ഉണക്കം നടിച്ചിടക്കായിരുന്നല്ലേ? കിടന്നോ? എടി ഇന്ന് നിനക്ക് എണീക്കാനുള്ള പരിപാടിയൊന്നുമില്ലേ? എണീക്കണില്ലേ നീ? ഇന്നല്ല, ഇനി എണീക്കണേ ഇല്ല. എണീക്കേ വേണ്ട, ആ കിടപ്പിന്നങ്ങ് കിടന്നോ. ബാലുവിനെ പഠിപ്പിക്കല്ലേ കേട്ടാ. അച്ഛാ വെള്ളം അടിച്ചിട്ടുണ്ടോ നോക്കിയാ? അച്ഛൻ വെള്ളം അടിച്ചാ? അച്ഛൻ അടിച്ചിട്ടുണ്ട് ഞാൻ. അച്ഛൻ അവിടുന്ന് രാവിലെ ചായ അടിച്ചിട്ട് ഇപ്പൊ ജംഗ്ഷനിൽ വന്നതേ ഉള്ളൂ. വെള്ളം അടിച്ച്. അതിനു മുമ്പ് അടിച്ച ലക്ഷണം ഉണ്ടല്ലോ, മണം ഉണ്ടല്ലോ. വാങ്ങിക്ക് നീ ഇടച്ചിറക്കാൻ നീ പോ. ഞാൻ അങ്ങനെ നിൽക്കുക, നീ പോ. അച്ഛന് ഊതിക്കേ. എന്തോന്ന് ഊതിച്ചാ സ്മെല്ലുണ്ട്. അമ്മ അടിച്ചിട്ടുണ്ട്, വെള്ളം അടിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ അവിടെ അടിച്ചത്. ഇത് രാത്രി രാമനഞ്ഞ് പോകുന്നില്ലേ? അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ലേ? നിന്റെ തള്ള കളവി ഡാഗിനി എല്ലാം അവിടെ പറഞ്ഞു വെച്ചില്ലേ? ഇന്നലെ അടിച്ച സ്മെല്ലാണ് ഇപ്പൊ നിൽക്കുന്നത്. അല്ല അടിച്ചൊന്നുമില്ല ഞാൻ. അതിന് അങ്ങോട്ട് ചെല്ലാണ്ടിരിക്കണ തന്നെ നല്ലത്. ഇവിടെ ആര് പോണ അവിടെ? അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ മതിയായി വെറുത്തു പോയിട്ടുണ്ടാവും. അച്ഛനെ മാത്രമല്ല ഞങ്ങള്. ആ പാവ ശങ്കും അപ്പൂപ്പനെയും കൂടി കൂട്ട് വെറുതേക്ക് ഇങ്ങനെ കിണിക്കണെന്തിന്? അങ്ങേര് വയ്യാണ്ട് നടക്കണ മനുഷ്യനാണ്. കുടിച്ചിട്ട് വല്ലതായിട്ടുണ്ടെങ്കിലാ അവിടെ കുഴിച്ചു കൂടും. ആ രമേന്റെ നാണം കിട്ടും. ഏത് കഷ്ടാല സമയത്താണോ ആ കുട്ടിയെ വിളിച്ചു വരുത്താൻ തോന്നിയത്? ആ കുട്ടി വന്ന് തന്നെ പ്രശ്നം. ബന്ധുവാണ്, കുറച്ച് സ്നേഹം കൂടുതൽ കൊടുത്തുപോയി. അവൾ ആദ്യം ഇവിടെ വന്നപ്പോഴേ പ്രശ്നം കൊണ്ടാണ് വന്നത്. പിന്നെ വരുമ്പോഴൊക്കെ പ്രശ്നം. വേറാക്കുമല്ല, എനിക്ക് തന്നെ പ്രശ്നം. അച്ഛൻ ചെയ്ത തെറ്റിന് മറ്റുള്ളവർ കുറ്റം പറയലട്ടാ. ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോടാ പോ. ഒന്ന് ഇറങ്ങിയേ, എനിക്ക് കിടന്ന് ഉറങ്ങണം. പോ. അയ്യാ ആ പറട്ട കിളവി ഇല്ലാത്തൊക്കെ കാതിൽ ഓതി കൊടുത്ത് എടി അവർ ഇന്നാ നാളെന്നും പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാനേ കാണൂ. ആരാദ്യം പോണെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അല്ല അങ്ങോട്ട് പോണ്. ഞാൻ കരുതരും. ഞാൻ പോണം, മോളോട്ട് പോണം. തള്ള പറഞ്ഞു കേട്ടാ. അച്ഛാ കാര്യം പറയട്ടെ. അച്ഛാ നോക്കിയേ, അച്ഛൻ്റെ ഉദ്ദേശം എന്ത്? ശരിക്കും അച്ഛൻ്റെ ഉദ്ദേശം എന്ത് പറ? ജോലി ചെയ്യണം, കിട്ടിയ കാശ് വീട്ടിൽ കൊടുക്കണം, രാത്രി വല്ലതും കഴിച്ചോണ്ട് സുഖമായി കിടന്ന് ഉറങ്ങണം, പിന്നെ കുടിക്കണം. ഡേയ് ഞാൻ ആരെ ശല്യം ചെയ്യാൻ പറഞ്ഞല്ലേ? ഞാൻ മര്യാദ കൂടെ ഇരിക്കല്ലേ? പോടായി. അത് ഞാൻ കണ്ടിരുന്നില്ല പടവലത്ത്. എന്തെന്നൊക്കെ കുടിച്ചിട്ട് കാണിച്ചു കൂട്ടിയേ. അച്ഛനെ വല്ല ബോധമുണ്ടാ? ഡേയ് നീ എന്നെ ടെമ്പർ എത്തിക്കല്ലേ? ഞാൻ അങ്ങനെയാണ് ഇരിക്കണ. നീ എന്തിനാണ് ചോദ്യം ചെയ്യാൻ പറഞ്ഞ? നീ ആടാ എന്നെ ചോദ്യം ചെയ്യാൻ? ഈ കാര്യത്തിൽ എനിക്ക് ചോദ്യം ചെയ്തേ പറ്റൂ. അച്ഛൻ പറയാറില്ല ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ലാന്ന്. എനിക്ക് വയസ്സ് 21 ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും. നീ ഇടപെട്, ഞാൻ എന്താ പോണം. ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കി. പറയാനുള്ള മൊത്തം കേട്ടിട്ട് പോയാൽ മതി. ഡേയ് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ തടഞ്ഞു വെക്കണ?
തടഞ്ഞു വെക്കണമെന്നാ എന്നാ അങ്ങനെ വിചാരിച്ചോ എന്താ ഞങ്ങൾ തടഞ്ഞു നിക്കില്ലേ? പേടിപ്പിക്കല്ലേ? അച്ഛാ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കള്ളും കുടിച്ച് വന്നിട്ട് ഞങ്ങളെ പേടിപ്പിക്കാറില്ലേ? ഇനി ഞങ്ങളും പേടിപ്പിക്കാൻ പറ്റില്ല. എടാ ഞാൻ ഇപ്പൊ എന്തോന്നാണ് വേണ്ടത് അത് പറ. സമാധാനം. അത് ഞാൻ ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ. പിന്നെ ഇല്ലേ അത് ഞങ്ങൾക്ക് നല്ല പടവലത്ത് വെച്ച് മനസ്സിലായല്ലോ. അച്ഛൻ എന്നെ എന്തൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കാറുണ്ട്? BSc പേപ്പർ എഴുതിയേക്കണം, BSc പേപ്പർ എഴുതിയെടുക്കണം, ഡാൻസും പാട്ടും അല്ല ജീവിതം, ഫ്രണ്ട്സിനൊപ്പം ചേർന്ന് ജീവിതം തുലയ്ക്കല്ല എന്നൊക്കെ. അത് ഞാൻ എപ്പോഴും പറയാ, മര്യാദയ്ക്ക് BSc പേപ്പർ എഴുതി എടുത്തോളാം കേട്ടോ. BSc പേപ്പർ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം അച്ഛന്റെ അടുത്ത് തീരുമാനം ഉണ്ടാക്കും. അത് തന്നെ. എടാ നിങ്ങൾ എല്ലാരും കൂടെ അച്ഛൻ പെട്ടെടുത്ത് കളയാൻ പോവേടാ. അച്ഛാ വെറുതെ വിഷയം മാറ്റില്ല കേട്ടോ. എടാ ഞാൻ ഇപ്പൊ എന്ത് വേണമെന്നാണ് നീ പറയണത്? അച്ഛൻ ഇനി തമാശയ്ക്ക് പോലും മദ്യപിക്കരുത്. നിർത്തി, ഇതോടെ നിർത്തി. ഇനി കൈകൊണ്ട് കൊടുക്കൂല പോ. അച്ഛൻ നിർത്തിയില്ല. അച്ഛൻ എത്ര വർഷം ഞങ്ങളത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിർത്തി നിർത്തിയാ ഇല്ലല്ലോ. അത് തന്നെ. എടാ എനിക്കിപ്പോ നിർത്തിയെന്നല്ലേ പറയാൻ പറ്റൂ. ഭാവി കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് മുമ്പേ ഇട്ട് കാണിച്ചു തരാൻ പറ്റുമോ? അച്ഛൻ്റെ ഭാവി കാര്യങ്ങളൊന്നും മുമ്പേ ഇട്ട് കാണിച്ചു തരണ്ട. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛൻ ഇപ്പൊ പറഞ്ഞത് കള്ളമാണ്. ഞാൻ പോണു, ഇവിടെ ശരിയാവൂല. ഞാൻ പോടും. അച്ഛൻ പോന്നെങ്കിൽ പോണ്ടത് പടവലം വീട്ടിലാണ്, എന്നിട്ട് മാപ്പ് പറയണം. പടവലം കുടുംബത്തോട് മൊത്തം മാപ്പ് പറയണോ അതാ കുട്ടൂസിന്റെ ടാഗിനെടുത്ത് മാപ്പ് പറഞ്ഞാൽ മതിയാ? കളിയാക്കല്ലേ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ കാണിച്ചത് ഭയങ്കര വലിയ തെറ്റ് തന്നെ. ഞാൻ വല്ലതും വിളിച്ചു പറയും. ക്ഷമയുടെ നെല്ലിപ്പല ചവിട്ടി നിൽക്കുകയാണ് ഞാൻ. എവിടെ നോക്കട്ടെ? എന്തോന്ന് നെല്ലിപ്പലയാ? ഞാൻ എന്ത് ചെയ്യാനെല്ലാം കൂടെ ജല്ലി ചെയ്യണം ഇവിടെ. ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകാൻ കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത് അറിയാതെ ഒരു 2 അടിച്ചു പോയി. ഇത്രല്ലേ ചെയ്തോളൂ? ചെയ്തെങ്കിൽ അതിന് ഉള്ള പ്രായച്ചിത്തൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. നീയൊക്കെ പോ. ഇല്ല ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. പോണില്ല, ഇവിടെ തന്നെ ഇരിക്കാൻ പോകണം. ഞാൻ പോണു. ഇവിടെ തന്നെ നിൽക്കാം. അച്ഛൻ ഇപ്പൊ വരും. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കയറി ഇരിക്കണ്ടാവുള്ളു. നീലടി പിള്ളേരെ കുത്തിളക്കി അങ്ങോട്ട് വിട്ടത്. ഞാൻ കുത്തിയിളക്കി വിടേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് കാര്യവിവരമുണ്ട്. അവർക്ക് കാര്യവരമുണ്ട്. അച്ഛന് കാര്യവരമുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്കും കാര്യവരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ എതിർക്കണത്. ഇപ്പൊ എതിർക്കും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിലേ ഒറ്റപ്പെടുത്തുവാര്. അന്നേരം ഇവിടെ കിടന്ന് കരയാണ്ടിരുന്നാ മതി. അയ്യോ ഒറ്റപ്പെടുത്തോന്ന് പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുത്തല്ലേ. ഒരുപാട് പേര് പറഞ്ഞ് ഒറ്റപ്പെടുത്തോന്ന്, പക്ഷെ നടന്നില്ല. അത് പോട്ട് ബാലു ഒറ്റയ്ക്ക് തന്നെ. പക്ഷേ ബാലുവിന് ഒരാളുണ്ട് കൂടെ. ബാലുവിന് ആരാണാവോ? എടീ ജഗദീശ്വരൻ, പരമ്പരകളായ ജഗദീശ്വരൻ ബാലുവിന്റെ കൂടെ ഉണ്ടടി. അത് നീ ഒന്നും വിചാരിച്ച എന്നെ ഒറ്റപ്പെടുത്താൻ പറ്റൂല. അയ്യോ അതറിയില്ലേ, അങ്ങേർക്ക് കള്ളുടിയന്മാരെ ഇഷ്ടമല്ല. അടിച്ച് കരുതണം ഞാൻ. ഓവറാവല്ലേ? അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഓവറാകല്ലേ? എടി നീ എന്തിനടി നിസ്സാര കാര്യത്തിന് പിടിച്ച് ഈ കുടുംബത്തിന് അന്തചിത്രം ഉണ്ടാക്കണേ? എന്തോന്ന് അന്തചിത്രം ഉണ്ടാക്കണ എന്തിനെന്ന്? വലിയ ഡയലോഗൊക്കെ കാച്ചാനറിയാം. വല്ല ഗുണമുണ്ടോ? എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യമില്ലായിരുന്നു. ഇവിടുന്ന് കെട്ടി എടുത്തോട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി നാണക്കേടുമായി. ഇനിയില്ലല്ലോ, അവസാനിച്ച് യാത്ര. അയ്യോ ഇനി ആര് നിന്റെ വീട്ടിൽ വരണ? എന്റെ പട്ടി വരും വീട്ടില്. നിങ്ങളെ പട്ടീനെ പോലെ അവിടെ കയറ്റൂല ഇനി. കയറ്റൂല. അയ്യേ പറഞ്ഞ കളവി പറഞ്ഞേട്ടാ മുഖത്ത് നോക്കി. അയ്യേ ശ്രീകുട്ടൻ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. എടി നീ മനപ്പുറം വരടി ആ സ്വത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയത്. ഞാൻ പറഞ്ഞില്ല, അറിഞ്ഞുകൊണ്ടല്ല. അടിച്ച് ഫിറ്റായിട്ട് വന്ന് നിന്റെ കുട്ടമ്പളരെ മുഖത്തോക്കി 10 ഞാൻ പറഞ്ഞിട്ടേ പോകണം. പറഞ്ഞ കളവന്റെ മുഖത്തോക്കി. അങ്ങനെ ഷോ കാണിച്ചിരുന്നെങ്കിലേ അപ്പൊ തന്നെ കുളത്തിലെ ചെളിയിൽ ചവിട്ടി താത്തും എന്റെ അച്ഛൻ. അറിയാം നീ അങ്ങനെ ഒരു രംഗം നീ മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ നീ നിന്റെ അച്ഛനും കുളിക്കണ ആ കുളമല്ലേ? അത് കുളമല്ല, അത് ചെളിക്കുണ്ടാണ്. കുളം കാണണമെങ്കിൽ നീ നേരത്തിക്കര വാ. വെങ്കലമുണ്ട്. ഇക്കരെ നിന്ന് അക്കരെ കാണാൻ പറ്റൂല. നിന്റെ കുടുംബത്തിന് ഒന്നും കൂടെ കുഴിച്ചു കൂടാനുള്ള വെള്ളം അതിൻ്റെ അകത്തോണ്ട്. വലിയൊരു കുളവും കെട്ടിയിട്ടിട്ട് ചുമ്മാ കുടുംബ മഹിമയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉണ്ണണമെങ്കിലേ വല്ലതും വേണം. എനിക്ക് പോ. അതന്നെ എനിക്കും പറയാനുള്ളത്. നീ അവിടെ ബാസി ഒന്ന് വിളിക്കണ്ട. കള്ളുകുടിക്കാനായിരിക്കും. ചെല്ലി പോയി കുടിച്ചിട്ട് വാ. കള്ളുടിയന്മാരുടെ അടി കൊള്ളേണ്ട ഗതികേട് എനിക്കില്ല. പോ. ചുമ്മാ കട്ടില് വലിച്ചളക്കണ്ട. താഴത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. നിന്നെ ഉണ്ടല്ലോ നിന്നെ കളിച്ചു തരാം. ഞാൻ അതിനെ നിങ്ങൾ തന്നെ പോയിക്കോ അങ്ങോട്ട്. പിന്നെ നീ വാ കുട്ടമ്പളര മോളെ. എന്ത് എല്ലാരും കൂടെ അനങ്ങാപ്പാറ കയറി ഇരിക്കണേ? ഇടിച്ച് പൊയ്ക്കൂടെ? ഞങ്ങളവിടെ പോവാൻ? നീ നിന്റെ റൂമിൽ പോവില്ല. നീ അച്ഛൻ തല്ലി ഓടിച്ചാൽ ഞങ്ങൾ പോവില്ല. പിന്നെ പക്ഷേ ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങരുത്. വായും തുറക്കല്ലേ. ഇപ്പൊ അച്ഛനോട് സംസാരിക്കുന്ന ആ പഴയ കേശു അല്ല. അച്ഛന്റെ പ്രവർത്തികൾ കൊണ്ട് നെഞ്ചു നീർന്ന പുതിയ കേശുവാണ്. ഞാൻ പുതിയ ശിവയാ. ഞാൻ പുതിയ ബാലുവാണ്. അച്ഛൻ തല്ലിക്കെടുത്തിയതേ ഞങ്ങളുടെ പടലമില്ല സ്വപ്നങ്ങളായിരുന്നു. അച്ഛൻ കാണാൻ ഞങ്ങൾക്ക് പൊട്ടൻകാവിൽ പോകാൻ പറ്റിയില്ല. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാനാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തില് ചുറ്റുവിളക്ക് നിറച്ചിട്ടായിരുന്നു എന്നെ ഇഴാറ് കിട്ടാൻ വേണ്ടി. അത് നടന്നില്ല. അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം.
ഞാൻ വാഴത്തോട്ടത്തിൽ നിന്ന് വാഴപ്പൂവിന്റെ തേൻ കുടിക്കണമെന്ന് പ്ലാൻ ഇട്ടിരിക്കുവായിരുന്നു. അത് നടന്നില്ല. എല്ലാം പോട്ടെ, എനിക്ക് പുഴയെന്ന് ചൂണ്ടയിട്ട് കുറച്ച് മീനിനെ പിടിക്കണം, അതും നടന്നില്ല. ഇതെല്ലാം നടക്കാതിരുന്നതിന്റെ കാരണം അച്ഛന്റെ കുടിയാണ്. അച്ഛന്റെ ഒടുക്കത്തെ കുടി മാത്രമാണ്. ഞാൻ ചങ്കരൻ്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞു, അണ്ണാ വേണ്ട, ഞാൻ കഴിക്കൂല, വേണ്ട, പിള്ളേർ അറിഞ്ഞ പ്രശ്നമാണ്. എവിടെയൊക്കെ അങ്ങനെ ആക്രാന്തം മൂത്ത് നടക്കല്ലേ? വന്ന കിളവായി ആ രമയ്ക്ക് അങ്ങനെ അവിടെ കെട്ടി എടുത്തുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇതൊക്കെ അതുകൊണ്ടല്ലേ ഇതൊക്കെ പറ്റിയത്. ശങ്കരപ്പം കുടിക്കട്ടെ. അതിന് അച്ഛന്റെ വായിൽ നിർബന്ധിച്ച് ആരും ഒഴിച്ചൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു നിർബന്ധിച്ച് ഒഴിച്ചില്ലെന്ന്? ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാ ഇങ്ങനെ കുടിക്കും. ഞാൻ ഒഴിക്കല്ലോ എനിക്ക് കക്കും കക്കെന്ന് പറഞ്ഞത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഒഴിക്കാന്ന്. ഞാൻ തിരിച്ചങ്ങോട്ട് ഛർദ്ദിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ വാ കൂടി ചടച്ചടച്ചു. എന്തൊരു കയ്പായിരിക്കും. ഞങ്ങൾ വിശ്വസിച്ചു. അച്ഛൻ പറയുന്നതല്ല ഞങ്ങൾ വിശ്വസിച്ചു. ഭയങ്കരം തന്നെ. അതെ, വിശ്വസിച്ചു. ഞങ്ങൾ കാണാപ്പാടെ വിശ്വസിച്ചു. അവളെ മാത്രമായിട്ട് അങ്ങനെ തല്ലാൻ പറ്റില്ല. തല്ലെങ്കിൽ എല്ലാരും തല്ലണം. എനിക്കൂടെ ഇത് പണി ചെയ്യണം. അതുകൊണ്ട് നീ ഇറങ്ങി പോടാ എവിടെയെങ്കിലും. പോവില്ല, ഞാനിവിടെ തന്നെ ഇരിക്കോളൂ. കാണണമല്ലോ. അത് ആദ്യം ആടി കൊടുക്കേണ്ട ആക്കെന്നറിയാമോ? നിന്റെ തള്ളാക്കി നോക്കോ. അമ്മ ശരിയാന്നും പേടിക്കണ്ട. നമ്പർ പേടിപ്പിക്കല്. എന്തടി എന്ത് നീ എന്നെ തുറിച്ചോക്കണെന്തിന്? നീ വിചാരിച്ച് ഞാൻ നിന്നെ അടിക്കാൻ വന്നാ? എടി പെണ്ണുങ്ങളെ അടിച്ച് വലിയ ആളാവണ സ്വഭാവം ബാലു ഇല്ല. നിനക്കറിയാല്ലേ? ബാലു ഇല്ലാതെ അടിക്ക് നിങ്ങള് ആളാ വന്നിട്ട്. നീല് ഓ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒരു പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ വന്നേ ഉള്ളൂ. അത് ഇതുവരെ തണുത്തില്ല. എന്നിട്ടോ എനിക്ക് പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ ഇനി. നീ എന്തടി ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ സംസാരിക്കണേ? നീ പ്രശ്നം ഉണ്ടാക്കി അടങ്ങോളാ. നീ പ്രശ്നം ഉണ്ടാക്കി അടങ്ങോളാന്ന്. അല്ലെങ്കിൽ ഭർത്താവ് 2 അടിച്ചിട്ട് വന്ന് അത് നല്ല ബുദ്ധിയോടെ ഒതുക്കി തീർക്കാൻ നോക്കണോ? അതാ നാശം പിടിച്ച കുടുംബത്തിൽ എല്ലായിടത്തും വിളിച്ച് വിളംബരം പറഞ്ഞ് എന്നെ നാട്ടിക്കണോ? എടി നിനക്ക് ഓർമ്മയുണ്ടോ നീ എന്നെ പിടിച്ച് ഒലച്ചത്? നിനക്ക് ഓർമ്മയുണ്ടോ എന്നെ പിടിച്ച് ഒലച്ചത്? ഞാൻ ഒലച്ചില്ല. ഞാൻ അന്നേരം കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തള്ളി വയറിലിട്ട്. എന്ത് പുല്ലായിക്കോട്ടെ. നീ എന്നെ പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ ഔട്ടായിപ്പോയി. അപ്പം ചങ്കരണ്ണൻ ഔട്ടായി. അപ്പം ആകെ കുളമായി. ഇപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ പറ. അത് അടി കൊടുക്കാനുള്ള വേറെ ആർക്കും അല്ല. ആ തേങ്ങോട്ടുകാരനാണ് അടി കൊടുക്കാൻ. അവനാണ് ചങ്കരണ്ണന് ആ പട്ട കിട്ടുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തത്. ചാരായം കിട്ടുന്ന സ്ഥലം പറഞ്ഞു കൊടുത്ത ഈ ആ തേങ്ങോട്ടുകാരനാണ്. അപ്പോൾ എന്നിട്ട് അയാൾ ഇത് അറിഞ്ഞു പറഞ്ഞാൽ ബാലു കൂടവാന്ന് എന്നെ നിർബന്ധിച്ച വയസ്സിന് മൂത്ത ഒരാൾ പറയുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ പോയപ്പോൾ അങ്ങനെ അടിച്ചു. ഞാൻ വേണ്ടെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം ഞാൻ നിർബന്ധിച്ചു. അപ്പോൾ പറഞ്ഞു കുടിയടാ എന്നെ കുടിപ്പിച്ചു. ഇത്രയല്ലേ പറ്റുള്ളൂ. പറഞ്ഞ കളവായി. ഇനി ഞാൻ പടവലത്ത് പോകുമ്പോൾ മാമൻ്റെ മാമിയുടെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. നീ പറ നീ ഉത്തരം എന്താ? ഞാൻ എങ്ങനെ നോക്കും മാമൻ്റെ മാമിയുടെ മുഖത്ത്? നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അവർ നിങ്ങൾ അങ്ങോട്ട് നോക്കാൻ വരണില്ല. ഈ നാശം പിടിച്ച നശിച്ച മദ്യം എന്ന് പറഞ്ഞാൽ ഈ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആണുങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പറ. വല്ല സൈഡ് കിട്ടെങ്കിൽ കഴിച്ചങ്ങ് ചാവായിരുന്നു. പോയി കഴിച്ച് ചാവാ, അതാ നല്ലത്. സമ്മതിക്കൂല. എന്നെ ആയുസെറ്റ് ജീവിക്കാൻ നീയും നിന്റെ കുടുംബം സമ്മതിക്കൂല. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് ഇറങ്ങിപ്പോവോ? കിടക്കാനാ. എന്തോന്ന് കിടപ്പടി. ഈ ദിവസം മൊത്തം കിടന്ന് ഉരുളാന്ന് നേർച്ച വല്ല നേർന്നിട്ടുണ്ടാ? ഈ ദിവസം മാത്രല്ല, ഒരാഴ്ച മുഴുവൻ ഇവിടെ കിടന്ന് ഉരുളാന്ന് നേർച്ചയുണ്ട്. എന്തേ? ഉരുളടി നീ ഉരുണ്ട് കളി പോ. ഉരുണ്ട് നീ പടവലത്ത് പോ. നാണം കെടുത്തി കളഞ്ഞില്ലടി മനുഷ്യന്. 2 അടിച്ചപ്പോ നാണം കെടുത്തി. നിന്റെ കുടുംബക്കാർ അടിക്കൂലേ? എന്റെ വീട്ടിലാരും വെള്ളം അടിക്കൂല. കല്യാണത്തിനൊന്ന് കണ്ടല്ല അടിക്ക് പാമ്പ് എവിടെ തിന്ന് എവിടെ പിടിച്ച് തിന്നണ പോലെ ഇറങ്ങൂടാ. പാന്ന നാറികള് കിട്ടാതെ കൊതിക്കറവല്ലേ. എന്നാ കൊതിക്കറങ്ങും. മക്കളെ നിങ്ങളൊന്ന് അടങ്ങ്. ഈ വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്നുള്ള അമ്മയുടെ സ്വഭാവം ഉണ്ടല്ല, അത് കാണിക്കാതെ. അച്ഛൻ കുടിച്ച് അച്ഛൻ മനഃപൂർവ്വം കുടിച്ച തന്നെ. അവരെല്ലാം കൂടെ എന്നെ ഒരുമാതിരി പൂട്ടാൻ നോക്കിയാൽ അച്ഛൻ കുടിക്കൂലേ? അതുകൊണ്ട് അച്ഛൻ മനഃപൂർവ്വം കുടിച്ച് അവിടെ അലമ്പുണ്ടാക്കിയെന്നെ, പ്രശ്നം ഉണ്ടാക്കിയെന്നെ. എന്ത് എടീ ഞാൻ മനഃപൂർവ്വം കുടിച്ച എന്നടി. വേണ്ട നിന്റെയൊക്കെ കുടുംബക്കാരുടെ സ്വഭാവം എനിക്കറിയാം. പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കിയല്ലടി ഈ സ്വത്തുക്കൾ മൊത്തം. നീ നോക്കിക്കോ. നീ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ അടിച്ചോണ്ടെന്ന് പ്രശ്നം ഉണ്ടാക്കും. ബാലു പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. നാട് റോഡിൽ ഇറങ്ങി നിന്ന് നിന്റെയൊക്കെ കുടുംബ മഹിമയുണ്ടല്ലോ ഞാൻ പറയുകയും ചെയ്യും. നോക്കിക്കോ. വിഷമമുണ്ട്.
അച്ഛന് വിഷമമുണ്ട്. കണ്ണടച്ച് തുറക്കണതിന് മുമ്പാണ് നീയൊക്കെ തഴച്ച് വളരണത്. ചങ്കിടിക്കാണ് ചങ്ക്. അതുകൊണ്ടാണ് അച്ഛൻ കുടിക്കണേ, പറയച്ച. അല്ല മക്കളെ, അച്ഛൻ ഇപ്പം കുടിക്കണില്ല. പക്ഷെ ഇങ്ങനെ പോയുണ്ടല്ല അച്ഛൻ ഒന്നാം തരം ഒരു കുടിക്കാനായിട്ട് മാറും. നിങ്ങളെ ഭാവി എനിക്ക് നോക്കിട്ട് നിങ്ങൾ നല്ല നിലയൊരു എനിക്ക് എത്തിക്കണ്ടേ? പറ, അതിന് ആരെ സഹായം വേണം? പറയടാ, ആരെ സഹായം വേണം? പറയടി, ആരെ സഹായം വേണം? പറയടി, ആരെ സഹായം വേണം? പിള്ളേരെ നല്ല നിലയിൽ എത്തിക്കണമെങ്കിൽ ആരെ സഹായം വേണം? ബന്ധുക്കളുടെ സഹായം വേണം. നല്ല ഒന്നാം തരം ബന്ധുക്കളുടെ സഹായം വേണം. നിന്റെയൊക്കെ ബന്ധുക്കളെല്ലാം ശത്രുക്കള് വന്ന കുടുംബം വേണ്ട, ഒന്നും വേണ്ട. ആരെ വസ്തു എഴുത്തരണ്ട, ഒന്നും എഴുത്തരണ്ട, ഒന്നും വാങ്ങിക്കാൻ വേണ്ട. നീയൊക്കെ പഠിക്കാൻ കിടക്കണേ ഉള്ളൂ. നീയൊക്കെ അനുഭവിക്കൂടാ. നീയൊക്കെ കുറച്ച് വളരട്ട്. സ്വത്തുക്കളൊക്കെ കണ്ടവന്മാരെ എഴുതി കൊണ്ടുപോകും. കണ്ടവന്മാരല്ല, നിന്റെ മാമ ഉണ്ടല്ലോ, അവൻ തന്നെ എഴുതി കൊണ്ടുപോകും. അപ്പൊ നീയൊക്കെ പറയും, അച്ഛാ ഞങ്ങൾക്കൊന്നും ഇല്ലേന്ന് പറഞ്ഞോണ്ട് എല്ലാം അടുത്ത് വന്നാണ്ടല്ലേ തീത്തറ ഞാൻ കേട്ടാ. വെറുതെ കാര്യം അറിയാണ്ട് സംസാരിക്കുകയാണ്. കാര്യം ഒരു കാര്യം അറിയാണ്ട് സംസാരിക്കുകയാണെന്ന്. പ്ലാൻ ചെയ്യല്ല. എനിക്കെതിരെ നീ നിന്റെ കുടുംബം പ്ലാൻ ചെയ്യല്ലേ. ഞാൻ പുറത്ത് പോയിട്ട് വരട്ടെ. കുറച്ചൊരു പവർ കിട്ടിയാലേ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ വരാം. അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് വരണില്ലേ? എന്താ വീട്ടിലേക്ക് വരണില്ലേ? എന്തിന്? അല്ല, ശ്രീകുട്ട വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ വെള്ളമൊടിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന്. അതുകൊണ്ട് അവൻ പറഞ്ഞ് നിങ്ങൾക്കും എനിക്കും തരാണെന്ന് മുഴുവൻ എഴുതി കൊടുക്കാൻ. അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് ചെല്ല്, നാളെ തന്നെ എഴുത്തുകുത്തുകളൊക്കെ തുടങ്ങാന്ന് പറഞ്ഞു. അത് പിന്നെ നീ എൻ്റെ അടുത്ത് പറയാത്തത്? പറയാനായിട്ട് അതിനുള്ള സാഹചര്യം തരണമല്ലോ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇറങ്ങ, പോയിട്ട് വരാം. ഈ വേഷത്തില്ല. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. എവിടെ പോയി? പടവലത്ത് പോണ്ടേ? അച്ഛനമ്മയും കാണണ്ടേ? അതിന് നിങ്ങൾ അച്ഛനമ്മയും നേറ്റിക്കണ്ടല്ലേ? നീലടി പറഞ്ഞത് സ്വത്ത് എഴുതി തരാം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പോണ്ടേ? അവരെല്ലാം കാണാം, നേറ്റിക്കലാണ് കാണാൻ പോണത്. നിങ്ങളെ സ്വത്തൊക്കെ നേറ്റിങ്ങരല്ലേ? പിന്നെ നീ പറഞ്ഞു പടവലത്ത് പോകുന്നത് സ്വത്ത് എഴുതി തരാന്ന് പറഞ്ഞിട്ട് കളിപ്പിക്കണ എന്നെ. അത് പറഞ്ഞു തരാന്ന്. പിന്നെ കുഴപ്പം? എനിക്ക് വേണ്ടല്ലോ സ്വത്ത്. എനിക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. അത് വേണ്ടാത്ത? എനിക്ക് വേണ്ടെന്ന് തോന്നി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. ഇവിടെ എന്താണ് മാറ്റി പറയണത്? എഴുതി തരാന്ന് പറഞ്ഞിട്ട് നീ കളിപ്പിക്കാനാണ് എന്നെ പ്രാന്തനാക്കണം. നീ ഇറങ്ങി പോ മകളെ, ഇറങ്ങണം. ഇന്ന് പോയിട്ട് വരാൻ കാര്യം. അപ്പൊ നിങ്ങളാരും പടവലത്ത് വരണില്ല. പറ്റിച്ചേടി എന്നെ, സ്വത്ത് കാണിച്ച് എന്നെ കൊതിപ്പിച്ചതാ. ശരി മകളെ, അച്ഛൻ വലിയ കുടികാരനൊന്നുമല്ല, നിങ്ങൾക്കറിയാമല്ലോ, വല്ലപ്പോഴേക്ക്. പക്ഷെ ഇന്ന് തൊട്ട് അച്ഛൻ അടി തുടങ്ങാൻ പോവുകയാണ്. അതിന് കാരണക്കാരി ആരാണ്? അമ്മ. നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ അച്ഛൻ റോഡ് സൈഡിലോ ഓടയിലൊക്കെ കിടന്നിരിക്കും. വിഷമം ഉണ്ടാവരുത്, അപ്പോഴും വിചാരിക്കണം ഇതിന് കാരണക്കാരി അമ്മയാണ്. മിക്കവാറും ചിലപ്പോൾ ഞാൻ രാത്രി വരൂല, നേരെ പടവലത്ത് പോകും. അപ്പൂപ്പനെ അമ്മൂമ്മയും പുറത്തിറക്കി നിർത്തിയിട്ട് 10 സംസാരിക്കും. ആ കുളം ഞാൻ ഒന്നും കൂടെ തോണ്ടി അടുത്ത കുളം ഞാൻ നടത്തും. ആ ഓടിനെ മോട്ടോട് വരെ ഞാൻ ഇളക്കിയെടുക്കും, നാറ്റിക്കും. ഞാൻ പോവേണ്ട. മക്കളെ, അച്ഛനെ കൈവിട്ട് പോയി. ഇനി പ്രതീക്ഷിക്കല്ലേ അച്ഛനെന്നുള്ള ഇതില്ല കേട്ടാ. പഴയ അച്ഛനൊക്കെ അങ്ങ് മറന്നരാ. പോണം. കുടിക്കോ നിങ്ങൾ? കുടിക്കും. ഞാൻ തുടങ്ങാൻ പോകുന്നല്ലേ. ഇപ്പം തുടങ്ങും. സത്യം പിന്നെ കാര്യം തോന്നുന്നു. കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും നോക്കണ്ടല്ലോ. എനിക്ക് ഭാര്യയില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. കൂടി എന്നെ ഒറ്റ അച്ഛൻ്റെ കുടി. എനിക്കൊന്നുമില്ല, വസ്തു വേണ്ട, ഒന്നും വേണ്ട. ഞാൻ കുടി ഉറപ്പാണ്. ഒരു കാര്യം പറയട്ടെ? എനിക്കൊന്നും കേൾക്കാം. പണഞ്ഞ പോലത്തോളം മതി എനിക്ക്. പാടി നല്ലൊരു കാര്യം പറയാൻ പോയി. പറ. അച്ഛൻ പറഞ്ഞ അങ്ങോട്ട് ചെല്ലാൻ നാളെ. എന്തിന്? സദ്യ ഉണ്ണാനാ ചെല്ലാൻ? അല്ലാന്ന്, നാളെ അങ്ങോട്ട് ചെല്ല്, എല്ലാം നാളെ എഴുതി തുടങ്ങാന്ന്. നാളെ അങ്ങോട്ട് ചെല്ല്, നാളെ തന്നെ എഴുതി തുടങ്ങാം. എന്തോ എഴുതി തുടങ്ങാന്ന്? സ്ഥലത്തിന്റെ. ആര് പറഞ്ഞു? അച്ഛൻ. സത്യം? നിനക്ക് ആവശ്യമില്ലാതെ മനുഷ്യനേറ്റു പോണില്ലേ? എവിടെ? കുടിക്കാൻ. സന്തോഷമല്ലേ? സന്തോഷം. ഞാൻ ഇപ്പൊ എന്റെ ആവശ്യമില്ല. ഞാനും കൂട്ടുകാരാ വേണമെങ്കിൽ. അതെ, അവനും വരും. സന്തോഷമല്ലേ? പോയിട്ട് എന്താന്ന് വെച്ചാ ഇത് വെള്ളം അടിക്കാൻ ഒരു കാരണം കണ്ടുപിടിച്ചോളും. ആവശ്യത്തിന് അനാവശ്യത്തിന് വെള്ളം അടി. ഇങ്ങനെ അച്ഛൻ, എൻ്റെ അമ്മ.